പേടിയാവില്ലേ? പേടിയോ? എനിക്കോ? എനിക്ക് എന്റെ മാമന്റെ ധൈര്യമല്ലേ കിട്ടിയേക്കുന്നേ. മാമന്റെ ഡ്രസ് ചെളി അരിപ്പിച്ച ആംബുലൻസ് ഡ്രൈവറിന്റെ മാമ എന്തോ ചെയ്യാന്നറിയോ? മണ്ട നോക്കിയല്ലോ ബ്ലീച്ച് കൊടുത്തു. അയ്യോ, എന്നിട്ട് അതേ ആംബുലൻസിൽ തന്നെ മാമനെ വീട്ടിൽ കൊണ്ടുപോയി കരച്ചില്ല. മനസ്സിലായോ? എന്തുവാ? തലയാട്ടി ശീലമില്ല, ഇതാ കുറച്ചുകൂടെ വഴക്ക. അല്ല, എനിക്കൊരു സംശയം. ഈ മുറിച്ചു മാറ്റിയ ആനക്കൊമ്പൊക്കെ എന്തോ ചെയ്യും? ചിലത് ഞങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അവിച്ചങ്ങ് തിന്നു. ചിലത് കപ്പ ഇല്ലാത്തപ്പോ കപ്പയുടെ ഫീർ ചെയ്യാ ഷാപ്പിൽ പോയി. ഇവിടെ ഉള്ള എല്ലാ ജോലിയും ഗൾഫിലുണ്ട്. ഇയാളുടെ ജോലി എന്തോന്നാ ചോദിച്ചത്? എനിക്ക് ഗൾഫിൽ പാൽ സൊസൈറ്റി ഇല്ല. ഗൾഫിലൊക്കെ പാൽ സൊസൈറ്റി ഉണ്ടോ? പിന്നെ അവിടുത്തെ പശു മുട്ടപ്പക്സ് ആണോ? നല്ല കണ്ണാടിയാണല്ലോ. ഈ കണ്ണാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നെ തന്നെ വന്ന് കണ്ടിരിക്കുവോ? ഒന്ന് പതുക്കെ എടിയണോ. ഇപ്പൊ ഈ ടവർ ഞാനും അടുത്ത ജംഗ്ഷനിൽ പോയി കിടന്നേനെ. ഇനി ഇയാളെന്തിനാ മണ്ടാക്കറിയ? കാക്കയ്ക്ക് നിക്കർ ഇട്ട് കൊടുക്കാൻ ഈ അമേരിക്കയിൽ എന്തിനാ വികസിത രാജ്യം എന്ന് പറയുന്നേ? മഴ വരുമ്പോ ഈ രാജ്യം അങ്ങ് ചുരുങ്ങും, ഈ രാജ്യം അങ്ങ് വികസിക്കും. അതുകൊണ്ടാ വികസിത രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഈ തേങ്ങയുടെ പൊങ്ങി എവക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അന്ന് എവള് തെറിയും വിളിച്ച് എവിടെ ബന്ധുക്കാരി വളഞ്ഞിട്ട് തന്നെ ഇടിക്കുകയും ചെയ്തു. നീ എവിടുന്നാ പൊങ്ങെടുത്തത്? അവിടെ അച്ഛന്റെ സഞ്ചാനിക്കുഴി നട്ടിരുന്നത് എങ്ങനെ? പക്ഷെ ഞാൻ അന്തസ്സുള്ളവനാ ചേട്ടാ. എവിടെ വീട്ടുകാരെല്ലാരും കൂടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിനക്കിനി എവിടെ വേണോടാ നീ എന്നോട് ചോദിച്ചു. ഞാൻ താണ്ടെ എന്റെ ഈ കാല് പൊക്കിയിട്ട് എന്റെ ഈ തള്ളവരലും കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ കാലിന്റെ തള്ളവരല് പൊക്കി വേണ്ടാന്ന് പറഞ്ഞേ? ബാക്കി എന്തേലും അനങ്ങണ്ട ചേട്ടാ, എല്ലാം അടിച്ചൊടിച്ചിട്ടേക്കോ. എന്റെ വീട്ടിലൊരു മാമനുണ്ട്. മാമ മോനെ പോലെ നോക്കുന്ന ഒരു പെരുമ്പാമ്പും. ഉയ്യോ, കല്യാണത്തിന് പോയാൽ മാമൻ പാമ്പിനെ കയ്യിലിട്ടോണ്ട് കിടക്കും. സിനിമയ്ക്ക് പോയാൽ മാമൻ പാമ്പിനെ തോളിലിട്ടോണ്ട് കിടക്കും. ഇപ്പൊ പാമ്പ് മാമനെ വയറ്റിനകത്ത് ഇട്ടോണ്ട് കിടക്കും. ചേട്ടാ കേക്കണം, കഴിഞ്ഞ മാസം എവളുടെ ബന്ധുക്കാരും കൂടെ കടല് കാണാൻ വന്നപ്പോ കളഞ്ഞു പോയൊരു സാധനമുണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ട് കടലിൽ മുങ്ങി തപ്പി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോ ഉറപ്പായിട്ടും അവരെന്നെ ഈര് കയ്യോടെ സ്വീകരിക്കും. കടലമ്മേ, അവളുടെ അച്ഛന്റെ ചിതാവൊപ്പം എന്റെ സ്റ്റാൻഡപ്പ് വീഡിയോ അയച്ചിട്ട് അവരെന്നെ സെലക്ട് ചെയ്തില്ല. ഇവിടെ ഇങ്ങനെ നിസാര കാര്യത്തിനൊന്നും ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത്. ഒരെണ്ണം ശരിയായില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ അയക്കണം. അതുപോലെ 100 വീഡിയോ അയച്ചു കൊടുത്തത്. 100 സ്റ്റാൻഡപ്പ് വീഡിയോയോ? ഒരു സ്റ്റാൻഡപ്പ് വീഡിയോ, ബാക്കി 99 എണ്ണം എന്റെ അഭ്യർത്ഥനവാ. ഞാൻ തൂപ്പറ, ഞാൻ കിടക്കും, എനിക്കൊരു ചാൻസ് താ പ്ലീസ്. ഉദ്യോഗസ്ഥൻ കേറ, മേളി കേറ. നീ ചത്തിട്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ. കേറ. എന്നെ ഒരു മോനെ പോലെ കാണണം. എന്തിനാ തല്ലിയേ? അച്ഛനാകുമ്പോ മക്കൾ എന്തെങ്കിലും തെറ്റിയതാ ശിക്ഷിക്കും. ഇതിപ്പോ എന്തിനാ നീ എന്നെ തല്ലിയേ? ഞാൻ എന്റെ അച്ഛനെ തിരിച്ചു എല്ലാവരും. നിനക്ക് ഈ ചെയ്തല്ലോ.